ലാലേട്ട, നിങ്ങൾ ഇങ്ങനെ തല കുനിച്ച് വിഷമിച്ച് നിൽക്കണ ഈ മുഖം കാണാൻ ഒരിക്കലും മലയാളികൾ ആഗ്രഹിക്കില്ല. കാരണം ലാലേട്ടൻ്റെ ആ ചിരിച്ച സന്തോഷത്തോടെയുള്ള മുഖം കാണാനാണ് എല്ലാവർക്കും മലയാളികളായ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസം അത് ലാലേട്ടന് പിടിച്ചു നിർത്താൻ പറ്റില്ല എന്നറിയാം. കാരണം സ്വന്തം അമ്മയാണ് നഷ്ടമായിരിക്കുന്നത്. അമ്മ എന്ന് വിളിക്കാൻ ഇനി അവിടെ ആരുമില്ല എന്ന് ചിന്തിക്കുമ്പോൾ ആ ഒരു വികാരം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ലാലേട്ട, അത് ഞങ്ങൾക്കറിയാം. എങ്കിലും ഈ വിഷമങ്ങളെല്ലാം ഭഗവാൻ വേഗം മാറ്റിത്തരട്ടെ. ലാലേട്ടൻ്റെ വിഷമത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. ലാലേട്ടൻ്റെ അമ്മ പുണ്യം ചെയ്തൊരമ്മ തന്നെയാണ്. കാരണം ഇത്രയും നല്ലൊരു മകന് ജന്മം നൽകാൻ പറ്റി. ഈ അടുത്തിടെ ലഭിച്ച ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം വരെ അമ്മയുടെ കയ്യിൽ കൊണ്ടുവയ്ക്കാൻ താങ്കൾക്ക് കഴിഞ്ഞില്ലേ? ഇതിലും വലിയൊരു ഭാഗ്യം ഏത് മകനാണുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏതൊരു അമ്മയാണ് ഇത്രയും പുണ്യം ചെയ്തൊരമ്മ? അതുകൊണ്ട് ലാലേട്ടൻ ഒരിക്കലും വിഷമിക്കരുത്. ഇനി ലാലേട്ടൻ്റെ എല്ലാ ഉയർച്ചയും ആകാശത്ത് നിന്ന് അമ്മ എല്ലാം കണ്ട് അനുഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ ഇതിനിടയ്ക്ക് ചില യൂട്യൂബ് ചാനലിലും അതുപോലെ ഷോർട്സിലൊക്കെ കണ്ടൊരു വാർത്ത വല്ലാതെ വേദനിപ്പിച്ചു. ലാലേട്ടൻ്റെ അമ്മ മരിച്ചു നിൽക്കുന്ന സമയത്ത് ലാലേട്ടൻ ചിരിച്ചു നിൽക്കണു എന്ന് പറഞ്ഞ് ഒരു വകതിരിവില്ലാത്ത, അതായത് അമ്മ എന്ന രണ്ടക്ഷരത്തിൻ്റെ വില അറിയാത്ത ആൾക്കാരിട്ട കമൻ്റായിരുന്നു അത്, വീഡിയോസ് ആയിരുന്നു അത്. അവരോട് ഒന്നേ പറയാനുള്ളൂ, പ്രിയപ്പെട്ട സഹോദര അല്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരി, നിങ്ങൾ ലാലേട്ടൻ്റെ ആ ചുണ്ടിൽ മാത്രമേ നോക്കിയുള്ളൂ. ലാലേട്ടൻ്റെ കണ്ണിൽ നോക്കിയിരുന്നെങ്കിൽ നിങ്ങളത് പറയില്ലായിരുന്നു. കാരണം ആ കണ്ണൊരു കടൽ പോലെ എരമ്പി കിടക്കുകയായിരുന്നു. കാരണം ഇനി എന്ത് എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു ആ കണ്ണിലുണ്ടായിരുന്നത്. കാരണം ആ കണ്ണുകൾ കഥ പറയണ്ടായിരുന്നു. അത്രയ്ക്കും വികാരമായിട്ടായിരുന്നു ആ കണ്ണുകൾ കാണുമ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നത്. ആ ലാലേട്ടനെ കുറിച്ചാണോ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ തോന്നിയത്? കഷ്ടം, ലജ്ജ തോന്നുന്നു സഹോദരന്മാരെ, അത്രേ പറയാനുള്ളൂ. അത് വിടാം, വിവരമില്ലാത്തവർ പലതും പറയും, അതൊന്നും നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമില്ല. പിന്നെ ലാലേട്ടൻ്റെ ഇനി ഉള്ള നാളുകളെല്ലാം ഒരുപാട് സന്തോഷം നിറഞ്ഞതാവട്ടെ. ലാലേട്ടൻ്റെ ഇനി ചിരിക്കുന്ന മുഖം മാത്രം മലയാളികൾ കാണാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് പറയാണ്, ലാലേട്ടൻ്റെ ചിരിച്ച മുഖം കാണണം. ലാലേട്ടൻ്റെ എന്താ പറയുക, പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ലാലേട്ടൻ്റെ അമ്മ ഭാഗ്യം ചെയ്തൊരമ്മയാണ്. കാരണം ലാലേട്ടനെ പോലൊരു മകനെ കിട്ടി. ഇത്രയും നന്നായി നോക്കി. 14 വർഷമായി സ്ട്രോക്ക് വന്നു, ഒരു ഭാഗം തളർന്നു, അതുപോലെ മറവി രോഗം വന്നു. എന്നിട്ടും ഇത്രയും വർഷം നിങ്ങൾ അമ്മയെ കൊണ്ട് പൊന്നുപോലെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് ഒരു മകൻ. ഇതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. എന്തായാലും ലാലേട്ടൻ്റെ ദുഃഖത്തിൽ ഞങ്ങൾ മലയാളികൾ ഓരോരുത്തരും പങ്കുചേരുകയാണ്. പെട്ടെന്ന് ലാലേട്ടൻ്റെ മനസ്സിൽ ഈ ഒരു ദുഃഖങ്ങളെല്ലാം മാറാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. അതുപോലെ അമ്മയ്ക്ക് നിത്യശാന്തി നേർന്നുകൊണ്ട് സ്നേഹത്തോടെ ലാലേട്ടൻ്റെ ഒരു ആരാധിക.